ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് സുമിത്രയുടെ ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സുമിത്രയാണെങ്കിൽ കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ട് നിൽക്കുമ്പം ശീതളാണെങ്കിൽ വലിയ വിഷമത്തിൽ അവിടെ മാറി നിൽക്കുകയാണ്. അപ്പൊ തന്റെ അമ്മയോട് ഇന്നലെ രാത്രി പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ വളരെ കടന്നുപോയി എന്നുള്ള ഒരു കുറ്റബോധമാണ് ശീതളിനുള്ളത്. ശീതൾ അങ്ങനെ മടിച്ചു നിൽക്കുമ്പം സുമിത്ര തന്റെ മകൾ എന്താ മാറി നിൽക്കുന്നതെന്ന് വിചാരിച്ച് അവളെ അടുത്തേക്ക് വിളിക്കുക. അപ്പൊ ഉടനെ തന്നെ ശീതൾ ചെന്നിട്ട്, അമ്മ, ഞാൻ അമ്മയോട് ഇന്നലെ പറഞ്ഞതെല്ലാം എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ സംഭവിച്ചു പോയതാണ്, അമ്മ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ, അത് സാരയില്ല മോളെ, നിന്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാകും. ഒരിക്കലും നിന്നെയും സച്ചിനെയും തമ്മിൽ വേർപിരിക്കാനല്ല അമ്മ നോക്കുന്നത്. പിന്നെ കുറച്ച് സാവകാശം വേണം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും. അവന്റെ മാനസികാവസ്ഥ അത് മാറി ചിന്തിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തന്റെ മകളെ ആശ്വസിപ്പിക്കുമ്പോഴത്തേക്കിനും അമ്മയും മകളും തമ്മിലുള്ള ആ ഒരു പിണക്കമൊക്കെ അവിടെ അങ്ങ് അവസാനിക്കുകയാണ്. അപ്പം ശീതൾ ചോദിക്കുന്നുണ്ട്, അമ്മ ഇത് എന്തുണ്ടാക്കാനാണ് ഈ പച്ചക്കറിയൊക്കെ അരിയുന്നതെന്ന് ചോദിക്കുമ്പം, അതെ, അനിരുദ്ധും അനന്യയും കുഞ്ഞും കൂടി ഇന്നിങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഉണ്ടാക്കണം, അവർക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഇണക്കണം. അതിനുവേണ്ടി അമ്മ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാ അമ്മയെ ഞാനും സഹായിക്കട്ടെ എന്ന് ചോദിക്കുമ്പം ഉടനെ തന്നെ സുമിത്ര പറയുന്നുണ്ട്, മോളുടെ അച്ഛന് വേണ്ടിയിട്ട് അമ്മ ഒരു ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മോൾ അതുകൊണ്ട് അച്ഛന് കൊടുത്തതിന് ശേഷം മോൾ അടുക്കളയിലേക്ക് വന്നാൽ മതിയെന്ന് പറയുകയാണ്. അങ്ങനെതാ ശീതള് തന്റെ അച്ഛന് വേണ്ടി അമ്മ ഉണ്ടാക്കി വെച്ച ജ്യൂസും ഒക്കെ ആയിട്ട് റൂമിലേക്ക് ചെല്ലുന്ന വഴിയാണെങ്കിലോ നമ്മുടെ പൂജയും സരസ്വതി അമ്മയും അവിടെ ഉമ്മറത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇവരോട് പറയുന്നുണ്ട്, ദേ പൂജ, ഈ ജ്യൂസ് ഒന്ന് ഞാൻ അച്ഛന് കൊടുത്തിട്ട് വരാം, അമ്മ അടുക്കളയിൽ ചെറിയ സദ്യ ഉണ്ടാക്കുന്ന പരിപാടിയിലൊക്കെയാണ്, അതുകൊണ്ട് നമുക്ക് അമ്മയെ സഹായിക്കണമെന്നൊക്കെ പറയുമ്പം അതിന് ശീതള ചേച്ചിയുടെ അച്ഛന് ജ്യൂസ് കൊടുക്കുന്നതിന് ഞാൻ എന്തിനാ സഹായിക്കുന്നതെന്ന് പൂജ ചോദിക്കുകയാണ്. അപ്പം പൂജയ്ക്ക് എന്തോ ഒരു ഇടംതിരിപ്പുള്ളത് നമ്മുടെ സരസ്വതി അമ്മയ്ക്കും ശീതളിനും ഒക്കെ മനസ്സിലായി. ശീതളാണെങ്കിലോ തന്റെ അച്ഛന്റെ ജ്യൂസ് അത് പുള്ളിക്കാരന് തന്നെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പം ഈ കാര്യങ്ങളൊന്നും നമ്മുടെ സരസ്വതി അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. സരസ്വതി അമ്മയാണെങ്കിൽ പൂജയോട് പറയുന്നുണ്ട്, എന്താടി എന്റെ മകന് ജ്യൂസ് കൊടുത്തത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നിന്റെ അമ്മ ഓരോ കാര്യങ്ങളും അവന് വേണ്ടി ചെയ്യുന്നതൊന്നും നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? അപ്പം ശീതള തന്റെ മനസ്സിൽ അടക്കി വെച്ച ആ ഒരു ദേഷ്യം അത് സരസ്വതി അമ്മയോട് പ്രകടിപ്പിക്കുകയാണ്. എന്റെ അമ്മ അത് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയായിരുന്നു, പിന്നെ ഇപ്പൊ എന്തിനാ എന്റെ അമ്മ അച്ഛന്റെ കാര്യങ്ങൾ നോക്കുന്നത്? അച്ഛമ്മയുണ്ടല്ലോ, അതുപോലെ തന്നെ ശീതള ചേച്ചി ഉണ്ടല്ലോ, പിന്നെ ഇവരെപ്പോ വേണേലും ഈ വീട്ടിൽ നിന്ന് പോകാവുന്ന ആൾക്കാർ തന്നെയാണ്. അതെ, അതെന്റെ മോള് മനസ്സിൽ മാത്രം വിചാരിച്ചാൽ മതിയെന്ന് സരസ്വതി അമ്മ മറുപടി പറയുമ്പം ശീതളാണെങ്കിലോ, എന്റെ പൊന്നച്ചമ്മേ, ദയവ് ചെയ്ത് ഇവിടെ ഒരു വിഷയം ഉണ്ടാക്കല്ലേന്നും പറഞ്ഞ് അവൾ അങ്ങോട്ട് അടുക്കളയിലേക്ക് പോവാണ്. അങ്ങനെതാ നമ്മുടെ പൂജയാണെങ്കിലോ നേരെ ചെല്ലുക കേട്ടോ സിദ്ധുവിന്റെ അടുത്തേക്ക്. സിദ്ധാർത്ഥങ്ങൾ, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുമ്പം, ആ പൂജ മോളിങ്ങ് വാ, എന്താ മോളെ മടിച്ചു നിൽക്കുന്നത്? മോളെ ആണെങ്കിൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ നേരെ ചൊവ്വെ കണ്ടിട്ടില്ലല്ലോ, എന്താ മോൾക്ക് അങ്കിളിനോട് പിണക്കാണോ എന്ന് ചോദിക്കുമ്പം, ഞാൻ എന്തിനാ അങ്കിളിനോട് പിണങ്ങുന്നത്? എനിക്ക് അങ്കിളിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് പൂജയാണെങ്കിൽ തന്റെ മനസ്സിൽ അടക്കി വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം സിദ്ധാർത്ഥിന് മുന്നിൽ സംസാരിക്കുകയാണ്. അതെ അങ്കിളെ, എത്രയൊക്കെ വന്നാലും എൻ്റെ അമ്മ അത് അങ്കിളിന്റെ മുൻ ഭാര്യയാണ്, അതുകൊണ്ട് അങ്കിളും അമ്മയും കൂടെ ഒരു വീട്ടിൽ ഇനിയും താമസിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാനുള്ള ഒരു അവസരമാകില്ലേ അത്? അതുകൊണ്ട് അതിനി വേണോ? അങ്കിളൊന്ന് തീരുമാനിക്ക്, അങ്കിളിനി എന്നാ മടങ്ങിപ്പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ സിദ്ധുവിനോട് ചോദിക്കുമ്പം സിദ്ധാർത്ഥാണെങ്കിലോ, എന്താ പൂജ, നിനക്ക് ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ? അങ്കിളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല, പക്ഷെ എൻ്റെ അമ്മയാണെങ്കിൽ അങ്കിളിന്റെ ബന്ധം പിരിഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛനെ വിവാഹം കഴിച്ചു, അതിനുശേഷം എൻ്റെ അച്ഛൻ മരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അങ്കിളും അമ്മയും കൂടി ഒരു വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ പറഞ്ഞു ചിരിക്കുന്ന ഒരവസ്ഥയാവില്ലേ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ അങ്കിളിനോട് എനിക്കൊരു ദേഷ്യവും ഇല്ല എന്ന് പൂജ പറയുമ്പോഴത്തേക്കിനും സിദ്ധു പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീട്ടിലേക്ക് പടി കടന്ന് വന്ന സമയം അന്നേരം നിനക്ക് എൻ്റെ മുന്നിൽ ഈ വാതിലടച്ചാൽ പോരായിരുന്നേ? അപ്പോഴത്തേക്കിനും പൂജയാണെങ്കിൽ പറയുന്നുണ്ട്, അങ്കിളെ, അത്രയ്ക്ക് വലിയ ദുഷ്ട സ്വഭാവമൊന്നുമുള്ള ആളൊന്നും അല്ല ഞാൻ, മറ്റുള്ളവരുടെ ഒരു ആപത്ത് കാണുമ്പോഴത്തേക്കിനും കണ്ണ് നനയുന്ന കൂട്ടത്തിൽ തന്നെയാണ്, അതുകൊണ്ട് എൻ്റെ അമ്മ ചെയ്തത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. സരസ്വതി അമ്മയുടെ അച്ഛമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. തീരുമാനം എടുക്കുമ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, അച്ഛൻ ഈ വീട്ടിലേക്ക് വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, അതൊരിക്കലും അച്ഛനെ എനിക്ക് ഇഷ്ടമില്ലാത്ത കൊണ്ടല്ല എന്നും കൂടി ഞാൻ പറഞ്ഞായിരുന്നു എന്ന് പറയുകയാണ്. അപ്പൊ ഇതൊക്കെ സരസ്വതി അമ്മ അപ്പുറം നിന്ന് കേൾക്കുകയാണ്. ആഹാ, എന്റെ മകനെ ഇവിടെ നിന്ന് ഇറക്കാനുള്ള പണി ഇവൾ എടുക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് സരസ്വതി അമ്മ ഇങ്ങ് കലി പൂണ്ട് വരികയാണ്.
സരസ്വതി അമ്മയുടെ ആ ഒരു ബഹളവും വരവും ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കേട്ടോ പൂജയെ ഇപ്പം അടിച്ചിറക്കുമെന്ന്. അങ്ങനെ സരസ്വതി അമ്മ വന്ന പാടെ സിദ്ധു പറയുന്നുണ്ട്, അമ്മതേ അമ്മ ആവശ്യമില്ലാണ്ട് ഈ കാര്യത്തിൽ ഇടപെടണ്ട. അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്നോട് തുറന്നു പറയുമല്ലേ ചെയ്തുള്ളൂ. എന്തിനാ വെറുതെ ഒരു വിഷയം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പം, മോനെ ഇവള് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് നിനക്ക് എന്താടി വേണ്ടത്? എൻ്റെ മകനും സുമിത്രയും തമ്മിൽ അകന്നു ജീവിക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? അങ്ങനെതാ പൂജയുടെ മേലെ ചെയ്തതും ചെയ്യാത്തതും ഒക്കെ ആയിട്ടുള്ള കുറ്റങ്ങൾ സരസ്വതി സ്ഥാപിച്ചെടുക്കുകയാണ്. ഇനി ഒരു നിമിഷം പോലും നിന്നെ ഇവിടെ നിർത്താൻ പറ്റില്ല, നിന്നെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാടി എന്നും പറഞ്ഞ് പൂജയുടെ കൈ പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോവാണ് സരസ്വതി. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മുടെ ശീതളും സിദ്ധാർത്ഥവും ഒക്കെ പുറകെ ഓടി വരുന്നുണ്ട് കേട്ടോ. സിധു പറയുന്നുണ്ട്, എന്റെ അമ്മ ഇത് എന്ത് കാണിക്കാൻ പോവാണ്? അവൾ അങ്ങനെ സുമിത്രയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് ഓടി വരിക ഈ ഒച്ചപ്പാടൊക്കെ കേട്ടിട്ട്. അപ്പൊ അവള് ചോദിക്കുമ്പം ശീതള് പറയുന്നുണ്ട്, അമ്മേ അച്ഛമ്മ പൂജയെ വലിച്ചു കൊണ്ട് പോകുന്നുണ്ടായിരുന്നു, എന്താ സംഭവം എന്നൊന്നും അറിയില്ല, അച്ഛൻ എന്താ പിന്നേലാ പോയിട്ടുണ്ട്, അപ്പൊ നമുക്ക് പോയി നോക്കാന്നും പറഞ്ഞ് ഇവരങ്ങ് പോകുമ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് അനിരുദ്ധിനെയും അനന്യയും ഒക്കെയാണ്. അപ്പം അനിരുദ്ധിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ലല്ലോ. അങ്ങനെതാ അനിരുദ്ധ് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് റെഡിയായി ഇരിക്കുകയാണ്. അപ്പൊ സ്വരമോളെ വിളിക്കുന്ന സമയത്താണെങ്കിലോ സ്വരമോള് അടുത്തേക്ക് വരുന്ന നേരം നമ്മുടെ അനന്യ ആണെങ്കിൽ അനിരുദ്ധിന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. അനി, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താണ് അനന്യ? ഞാൻ ഇവിടുന്ന് പോവണ്ട എന്നുള്ള കാര്യമാണെങ്കിൽ ദയവ് ചെയ്ത് ഇനി നീ അത് പറയാൻ നിൽക്കണ്ട. നീ ഇത്രയും കാലവും നിന്റെ അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് തന്നെയല്ലേ ജീവിച്ചത്, തുടർന്ന് നീ അങ്ങനെ തന്നെ ജീവിച്ചാൽ മതിയെന്നും പറഞ്ഞ് അനിരുദ്ധ കുഞ്ഞിനെയും കൂട്ടി ഇറങ്ങാൻ തുടങ്ങുമ്പം, അനി ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റുകളാണ്. ആ തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയും ചെയ്തില്ലേ, പിന്നെ നീ എന്തിനാണ് കുഞ്ഞിനെയും കൂട്ടി ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങുന്നത് എന്നൊക്കെ അനന്യ ചോദിച്ചിട്ട് അനിരുദ്ധാണെങ്കിലോ, നിനക്കറിയില്ല ഞാൻ അനുഭവിച്ച വേദന. എൻ്റെ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പം നിന്റെ അച്ഛനും അമ്മയും ഒക്കെ എന്തൊക്കെയോ നേടിയില്ലേ, ഇതേ തെറ്റ് ഞാൻ നിന്നോടാണ് ചെയ്തിരുന്നതെങ്കിൽ നീ സഹിക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പം അനന്യയാണെങ്കിൽ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. അപ്പോഴത്തേക്കിനും അനിരുദ്ധ് പറയുന്നുണ്ട്, നിനക്ക് പറ്റില്ല, എനിക്കറിയാം നിന്റെയും നിന്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ സ്വഭാവം. എന്തായാലും ഇനി നമ്മൾ തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകില്ല എന്നും പറഞ്ഞ് അവൻ സ്വരമോളെ വിളിക്കുമ്പോൾ സ്വരമോൾക്കാണെങ്കിൽ ഭയങ്കര സങ്കടം കേട്ടോ. അല്ല മമ്മി നമ്മളോടൊപ്പം വരുന്നില്ലേ ഡാഡി എന്ന് ചോദിക്കുമ്പം, മമ്മിക്ക് ചെറിയ തിരക്കുകളൊക്കെ ഉണ്ട് മോളെ, മമ്മി പിന്നീട് അങ്ങോട്ട് വന്നോളാന്ന് അനന്യ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പം കൊച്ചാണെങ്കിലോ അങ്ങോട്ട് നടന്നകലുന്ന സമയത്ത് അനന്യയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകുകയാണ്. അപ്പോൾ നമ്മുടെ സ്വരമോളാണെങ്കിലോ കുഞ്ഞ് തിരിഞ്ഞിങ്ങനെ നോക്കുക കേട്ടോ അനന്യയെ, അമ്മ വരുവോ ഇല്ലേ എന്നുള്ളൊരു ടെൻഷനാണ് നമ്മുടെ കുഞ്ഞിനുള്ളത്. അവളിതാ അനിരുദ്ധിന്റെ കൈ പിടിച്ച് അനന്യയെ പോയി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കിനും അനന്യയാണെങ്കിൽ സന്തോഷം കൊണ്ട് കുഞ്ഞിനെ വാരിയെടുക്കുകയാണ്. അങ്ങനെതാ അമ്മ കുഞ്ഞിന് ഉമ്മയൊക്കെ കൊടുത്തു. പക്ഷേ അനിരുദ്ധ് എന്ന് പറയുന്ന മോന്റെ തീരുമാനത്തിൽ മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ അനിരുദ്ധ് കുഞ്ഞുമായിട്ട് പടിയിറങ്ങുന്ന കാഴ്ച അത് വളരെ സങ്കടത്തോടു കൂടി കണ്ടു നിൽക്കുന്ന നമ്മുടെ അനന്യയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കുടുംബവിളക്കിന്റെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ്. ഇപ്പോഴും അത് ശരിയായിട്ടൊന്നുമില്ല. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്